friends, welcome to Aparna VC official YouTube channel. അപ്പോൾ ഞാൻ ഇന്നൊരു KFC ചിക്കൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് KFC ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റൊക്കെ മേടിക്കുവാണെങ്കിൽ 1000 rupees ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ KFC ചിക്കൻ ഉണ്ടാക്കുവാണെങ്കിൽ 400 rupees വരുന്നുള്ളൂ എല്ലാം കൂടി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് KFC ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇനിയും ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എൻ്റെ വീഡിയോസ് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സോയ സോസ് 2 സ്പൂൺ, ടൊമാറ്റോ സോസ് 2 സ്പൂൺ, ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ. ഇനി കുരുമുളക് ആവശ്യത്തിന് 1 സ്പൂൺ യൂസ് ചെയ്യുന്നുള്ളൂ. ഉപ്പും ആവശ്യത്തിന്, ചിക്കൻ മസാല 1 സ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ സാധനം ചിക്കൻ ഇതിലോട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 1.25 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം. അതിന് ശേഷം നമ്മുടെ ബാക്കി പ്രൊസീജിയർ. ബേസാണിത്. 1/4 സ്പൂൺ കോൺഫ്ലവർ ആണ്, ഒത്തിരി വേണ്ട, 1/4 സ്പൂൺ മാത്രം മതി. പിന്നെ ഇതിന് ആവശ്യത്തിന് മുളക് പൊടി എന്ന് പറയുമ്പോൾ ഒത്തിരി വേണ്ട. നമ്മുടെ 1/4 സ്പൂൺ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നെങ്കിൽ അതിന് ഒരു 1/4 സ്പൂണോ 1 സ്പൂണോ മതി. ഇപ്പം ഞാൻ 1 സ്പൂൺ യൂസ് ചെയ്യുന്നുള്ളൂ. എരിവ് ആവശ്യമുള്ളവർ കൂടി 1/4 സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സെക്ഷൻ ചെയ്യാൻ പോകുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഇതിലൊന്ന് മുക്കുക. മാവിലെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സാധാ ഒരു ബൗളിൽ നമ്മുടെ പച്ചവെള്ളം എടുത്തിട്ട് അതിലോട്ടൊന്ന് മുക്കുക. വീണ്ടും സെയിം തന്നെ ആ മാവിലോട്ടൊന്ന് മുക്കുക, ഫ്രൈ ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ KFC ചിക്കൻ. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ്റെ പ്രിപ്പറേഷൻ ഇത്രയേ ഉള്ളൂ. KFC ചിക്കൻ ഇവിടെ മുരിയുന്നുണ്ട്. അല്പസമയം ഇങ്ങനെ നമുക്ക് മാറ്റാം, വേറെ പ്ലേറ്റിലോട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പ്ലേറ്റിലോട്ടൊക്കെ എടുത്ത് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് നല്ലപോലെ വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ ഭംഗിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി, നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. കൊച്ചുകുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.